വെൽക്കം ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. So this snack is made with bread filled with cheese and then coated in a flavorful onion mix and fried to perfection. So let's get started. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 8 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്, സ്ലൈസസ്. ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ആണ്. ഈ ഒരു ബ്രെഡ് ഞാൻ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ ഇട്ടിട്ട് ആവി കയറ്റാൻ പോവാണ്. ഒരു 2 മിനിറ്റ്സ് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റി കഴിഞ്ഞാൽ ഓരോ ബ്രെഡ് സ്ലൈസും ചപ്പാത്തി റോളർ വെച്ച് പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റും. ഓരോ ബ്രെഡ് സ്ലൈസും വളരെ തിന്നായിട്ട് പരത്തിയിട്ട് റോൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. മാക്സിമം 2 മിനിറ്റ്സ് ആവി കയറ്റിയാൽ മതി. കൂടുതൽ നേരം ആവി കയറ്റി കഴിഞ്ഞാൽ ബ്രെഡ് ഒരുമാതിരി വെള്ളം പിടിച്ച പോലെ ഉണ്ടാവും, പരത്തുമ്പോൾ പറ്റിപ്പിടിക്കും. ഇനി ഓരോ ബ്രെഡ് സ്ലൈസും വളരെ തിന്നായിട്ട് ചപ്പാത്തി റോളർ വെച്ച് പരത്തിയെടുക്കാം. ഒരെണ്ണമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതേ ഈ ഒരു ചീസ് സ്ലൈസിന്റെ പകുതി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേ പരത്തി വെച്ച ഈ ബ്രെഡ് സ്ലൈസിൽ വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഈ എൻഡ് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ബ്രെഡ് ചീസ് റോൾ റെഡിയായി. ഇതുപോലെ എല്ലാ സ്ലൈസസും റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡ് സ്ലൈസും ചീസ് വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കോട്ടിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് 2 വലിയ ഉള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമുക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കുറച്ചായി തളിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കടലപ്പൊടിയുടെ ക്വാണ്ടിറ്റി ഞാനിവിടെ പറയുന്നില്ല. അത് വെള്ളം തളിക്കുന്നതിനനുസരിച്ച് അധികം ലൂസാകാതെ വേണം ചെയ്തെടുക്കാൻ. ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തെടുക്കാറുണ്ടല്ലോ. അപ്പൊ അതുപോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് റോളിലേക്കും ഈ ഒരു ഒനിയൻ മിക്സ് കോട്ട് ചെയ്തെടുക്കണം. ഓരോ റോളും കയ്യിലെടുത്തിട്ട് ഈ ഒരു മിക്സ് ഇങ്ങനെ തേച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എല്ലാ റോളും ഇങ്ങനെ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. എല്ലാ സൈഡ്സും ഇതുപോലെ ചെറുതായിട്ട് തിരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല. അങ്ങനെ നമ്മുടെ ഒനിയൻ ബ്രെഡ് ചീസ് റോൾസ് എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിൽ വെച്ച ചീസ് സ്ലൈസ് ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാൻ കുറച്ചധികം സമയം വേണം. നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്നങ്ങ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സമയമുള്ള ദിവസങ്ങളിൽ ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.